റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് Su-57. ഇത് സുഖോയ് രൂപകൽപ്പന ചെയ്ത ഒരു സിംഗിൾ സീറ്റ് ഡബിൾ എൻജിൻ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റാണ്. ഇവരുടെ റഡാറിൽ കണ്ടെത്താൻ പ്രയാസമുള്ള സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അഞ്ചാം തലമുറ സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് കൂടിയാണിത്. ഇതിൻ്റെ നിർമ്മാതാക്കൾ റഷ്യൻ സുഖോയ് ഡിസൈൻ ബ്യൂറോ ആണ്. ഇതിൻ്റെ പ്രത്യേകതകൾ: റഡാറിനെ വെട്ടിക്കാനുള്ള സാങ്കേതികവിദ്യ, മൾട്ടി റോൾ, വിവിധ തരം ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയും, വേഗതയും ചടുലതയും ഇതിൻ്റെ പ്രത്യേകതയാണ്. ശത്രു വിമാനങ്ങളെക്കാൾ ഏറ്റവും മികച്ച വേഗതയും പറക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. 2020 ഡിസംബറിൽ റഷ്യൻ എയ്റോസ്പേസ് ഫോഴ്സുമായി ഇത് സേവനത്തിലെത്തിയതാണ്. റഷ്യയും ഇന്ത്യയും തമ്മിൽ CY-57 ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഭാവിയിൽ ഇന്ത്യക്ക് തദ്ദേശീയമായി തന്നെ Su-57 യുദ്ധവിമാനം വികസിപ്പിക്കാവുന്ന തരത്തിൽ സാങ്കേതികവിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റമാണ് റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നാസിക്കിലെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസ് ലിമിറ്റഡിൽ Su-30 MKI യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള വൈദഗ്ധ്യം ഇപ്പോൾ തന്നെ നമുക്കുണ്ട്. Su-57 വിമാനങ്ങൾക്കായി റഷ്യ മുന്നോട്ട് വെച്ച പുതിയ പാക്കേജ് അനുസരിച്ച് 60% വരെ തദ്ദേശീയ സംയോജനം ഇന്ത്യക്ക് സാധ്യമാക്കാം എന്നുള്ളതും, അസ്ത്ര എയർ ടു എയർ മിസൈലുകളും, രുദ്രം ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ, വീരുപാക്ഷ AESA റഡാർ എന്നിവ ഇത്തരത്തിലേക്ക് സംയോജിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20 മുതൽ 30 വരെ Su-57 ജെറ്റുകൾക്കാണ് 3 മുതൽ 4 വരെ വർഷങ്ങൾക്കുള്ളിൽ കൈമാറാമെന്നും റഷ്യയുടെ വാഗ്ദാനത്തിലുണ്ട്. കൂടുതൽ തദ്ദേശീയമായിട്ട് എയർക്രാഫ്റ്റുകൾ വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സേനയ്ക്ക് കരുത്തു പകരാനായി റഷ്യയുടെ Su-35M മൾട്ടി റോൾ എയർക്രാഫ്റ്റും ഇതോടൊപ്പം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെക്കുറിച്ചുള്ള തർക്കം രൂക്ഷമാവുന്ന ഈ സാഹചര്യത്തിൽ ഇത് ഏത് രീതിയിലും ഈ അവസരം മുതലെടുക്കുക എന്നുള്ളതാണ് റഷ്യൻ തന്ത്രം. ആത്മനിർഭർ പദ്ധതിയിലൂടെ തദ്ദേശീയമായുള്ള പ്രതിരോധ ഉൽപ്പന്ന നിർമ്മിതി ശക്തിപ്പെടുത്തുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തിന് വിഘാതമാക്കുന്ന അമേരിക്കൻ നയത്തോടും ഇന്ത്യക്ക് താൽപ്പര്യമില്ല. റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന സമഗ്ര പാക്കേജിന് പിന്നിൽ ഇതിൻ്റെ സ്വാധീനവുമുണ്ട്. എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് പരമാവധി സ്വയംഭരണം സാധ്യമാക്കുന്ന വിധത്തിലാണ് Su-57 ജെറ്റുകളുടെ സോഴ്സ് കോഡ് ഉൾപ്പെടെ ഇഷ്ടം പോലെ ഉപയോഗിച്ചുവെന്ന് പറഞ്ഞാണ് റഷ്യ ഇത് സാങ്കേതികവിദ്യ പൂർണ്ണമായും കൈമാറുന്നത്. F-35 വിമാനങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക ഇത്തരം സൗജന്യങ്ങൾ തരാൻ തയ്യാറായിരുന്നില്ല. അമേരിക്കയുടെ F-35 വാങ്ങിക്കഴിഞ്ഞാൽ പ്രദർശന വസ്തുവാക്കി വയ്ക്കാനേ കഴിയുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രതിരോധ സഹകരണത്തിൽ റഷ്യയ്ക്ക് മേൽക്കൈ ഉറപ്പാക്കുന്നു. ദക്ഷിണേന്ത്യൻ ഭൗമരാഷ്ട്രീയത്തിൽ ചൈന, പാകിസ്ഥാൻ പ്രതിരോധ സഹകരണം സൃഷ്ടിക്കുന്ന ഭീഷണിയെ ചെറുക്കാൻ റഷ്യയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യക്ക് കഴിയും. സ്റ്റെൽത്ത് സ്വഭാവ സവിശേഷതകളുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനമായ Su-57 2010 ആദ്യ പറക്കൽ നടത്തി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.